ഹേ ഗായ്സ്, ഇന്നൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോ ആണ്. സോ ഒരു വൈബിനെ നമുക്ക് സെൻറ്റഡ് ക്യാൻഡിലൊക്കെ കത്തിച്ച് അങ്ങ് തുടങ്ങാം. ആൻഡ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ട്രിങ്കഡ് ഡിഷാണ്. അത്യാവശ്യം ചെറിയ ആക്സസറീസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ചെറിയ ഡിഷ്. ആൻഡ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഫെവിക്രിലിന്റെ എപ്പോക്സി കോമ്പൗണ്ട് ആണ്. ഇതിൽ കുറേ പാക്കറ്റ്സ് ഉണ്ട്. ഒന്നൊരു ഹാർഡനറും ഒന്നൊരു റെസിൻ ബേസും. ആൻഡ് ഈ റെസിൻ ബേസും ഹാർഡനറും കൂടെ മിക്സ് ആക്കുമ്പോൾ ആദ്യം കുറച്ച് നേരം അതൊരു ക്ലേ പരുവത്തിലിരിക്കും. ആ സമയത്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രിങ്കഡ് ഡിഷിന്റെ ഷേപ്പിൽ നമ്മൾ ഇത് മോൾഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് നേരം അത് സെറ്റാക്കാൻ മാറ്റി വെക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ലൊരു ഹാർഡ് സബ്സ്റ്റൻസ് ആയി മാറും. അത്യാവശ്യം നല്ല കല്ല് പോലെ ഇരിക്കുന്നത്. കുറേ നേരം ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോഴാണ് നമ്മൾ ഇനി നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലൂടെ ഇത് മോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. അതിന് അത്യാവശ്യം ഇതൊന്ന് നല്ലതായിട്ട് പരത്താൻ വേണ്ടി നിലവിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പായിട്ട് കണ്ടത് ഈ പെർഫ്യൂം ബോട്ടിലായിരുന്നു. അതുകൊണ്ട് അതിങ്ങനെ എടുത്തു. ആൻഡ് ഒരു സർക്കുലർ ബേസ് കിട്ടാൻ വേണ്ടി ആ ഒരു റെഡ് കളർ റിങ് അതിൻ്റെ മണ്ടയ്ക്കോട്ട് പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പ് എടുത്തു. പിന്നെ അത് ബാക്കി കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്ത ബാക്കി ക്ലേയും കൊണ്ട് അത്യാവശ്യം ആ സർക്കുലർ ബേസിന് ചുറ്റും വെച്ചു. ആൻഡ് ഈ ക്ലേ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അത്യാവശ്യം നല്ല സ്റ്റിക്കിയുമാണ്, മോൾഡ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടുമാണ്. പിന്നെ കുറെ കഷ്ടപ്പെട്ടിട്ട് അത്യാവശ്യം ഒരു ട്രിങ്കഡ് ഡിഷിന്റെ ഷേപ്പിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ കിട്ടി. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ഹാർട്ട് ഷേപ്പ് പോലെ മോൾഡ് ചെയ്ത് വെച്ചു. ഒന്ന് വെച്ചപ്പോൾ ഒരെണ്ണം കൂടെ വെച്ചാൽ എന്താ എന്ന് തോന്നി ഞാൻ രണ്ടെണ്ണം ഫിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നേരം സെറ്റ് ആക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അത്യാവശ്യം നല്ല ഹാർഡായിട്ട് കിട്ടുകയും ചെയ്തു. ഇനി പെയിന്റ്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് പാർട്ട്. പെയിന്റ് അടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് എടുത്ത് അതിന്റെ ബേസിൽ അടിച്ചു. ആൻഡ് അതിനെക്കാട്ടും കുറച്ചും കൂടി ഡാർക്കർ ടോൺ എടുത്തിട്ട് അതിന്റെ സറൗണ്ടിങ്ങും അടിച്ചു. ആൻഡ് ഹാർട്ടിന് വേണ്ടി കുറച്ചും കൂടെ ഡാർക്കർ കളർ പിങ്ക് എടുത്തു. ആൻഡ് ഇതാണ് എന്റെ ട്രിങ്കഡ് ഡിഷിന്റെ ഏകദേശം ഒരു ഫൈനൽ ലുക്ക്. ഉദ്ദേശിച്ച പോലെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല, എന്നാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തു. ആൻഡ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഷൈനും ഗ്ലോസി എഫക്റ്റ് കിട്ടാനും അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് കിടക്കാനും ഒരു വാർണിഷ് ഗ്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലതായിട്ട് അത് കോട്ട് ചെയ്തു. ആൻഡ് ദിസ് ഇസ് മൈ ട്രിങ്കഡ് ഡിഷ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കൂ.